അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മിനി വ്ളോഗല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കേട്ടതും വായിച്ചതുമായിട്ടുള്ള ലിബിയാനിലെ ആമിറിൻ്റെ കഥയെക്കുറിച്ചാണ്. 2 ദിവസം മുമ്പ് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി, ഒരു കുളിർമ. അപ്പോൾ വിചാരിച്ചാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. ആമിർ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാ തയ്യാറെടുപ്പോടും കൂടി ഹജ്ജിന് വേണ്ടി എയർപോർട്ടിലെത്തിയ സമയത്ത് പാസ്പോർട്ട് ക്ലിയറൻസിന് അവിടെ ഡിലേ ആയപ്പോൾ ഫ്ലൈറ്റ് മിസ്സായി. അവിടുത്തെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്രാവശ്യം നിങ്ങൾക്ക് ഹജ്ജ് വിധിച്ചിട്ടില്ല. ഇത് കേട്ട അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹജ്ജിന് വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചത്, അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. അപ്രതീക്ഷിതമായി പറന്നുയർന്ന ഫ്ലൈറ്റ് സാങ്കേതിക തകരാറ് മൂലം തിരികെ ഇറക്കേണ്ടി വന്നു. ഇതറിഞ്ഞ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. അത് ക്യാപ്റ്റനോട് സംസാരിച്ചപ്പോൾ തിരികെ കിട്ടിയ മറുപടി നിരാശയായിരുന്നു. അത് വീണ്ടും പറന്നുയർന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അതേ സാങ്കേതിക തകരാറ് മൂലം ഫ്ലൈറ്റിന് തിരികെ ഇറക്കേണ്ടി വന്നു. ഇപ്രാവശ്യം ക്യാപ്റ്റൻ പറഞ്ഞു, ഇനി ആമിർ ഇല്ലാതെ ഫ്ലൈറ്റ് മുന്നോട്ട് പോവുകയില്ല. മാഷാ അല്ലാഹ്, എന്തൊരു അത്ഭുതമാണല്ലേ. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിലേക്ക് എത്തിച്ചേരേണ്ട എന്ത് കാര്യമായാലും നമുക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് അത് എത്തിച്ചേരും. ലോകം മുഴുവൻ നമ്മളെ എതിർത്ത് നിന്നാലും. പണ്ടുള്ള ആൾക്കാർ പറയായിരുന്നു, ഹജ്ജിന് പോകണമെങ്കിൽ ഒരു വിളി എത്തണമെന്ന്. ആ വിളി അദ്ദേഹത്തിന് എത്തിയിരുന്നു. അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് അദ്ദേഹം ഹജ്ജിന് അവിടെ എത്തി. എന്നെങ്കിലും ആ വിളി നമ്മളിലേക്കും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.